ദൈവത്തിന് സ്തുതി. വലിയ ശിക്ഷയും അതിനേക്കാളുപരി നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മനോവേദനയും ഭാരവും വളരെ വലുതാണ്. ഒത്തിരി നിരാശ തോന്നിപ്പിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിജീവനത്തിൻ്റെ വചനങ്ങൾ പകർന്ന് നൽകേണ്ടത് ദൈവമക്കളുടെ ആവശ്യമാണ്. ഇത് നാം ഓരോരുത്തരുടെയും കടപ്പാടാണ്. അതേ സമയത്ത് ശിക്ഷകൾ വരുമ്പോൾ അതുവഴി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലുള്ള ആപത്തും വലിയ പ്രയാസവും വരുന്ന കാലത്തെല്ലാം നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് നോമ്പും പ്രാർത്ഥനയുമായിട്ട് കർത്തൃസന്നിധിയിൽ അടുത്ത് ചെല്ലുകയാണ്. കോട്ടയം ഭദ്രാസനത്തിലെ മീനടംപള്ളിയുടെയും യാക്കോബായ സുറിയാനി സഭ ന്യൂസ് ഫേസ്ബുക്ക് പേജിൻ്റെയും നേതൃത്വത്തിൽ 2020 എന്ന പേരിൽ മികച്ച രീതിയിൽ അളവറ്റ ദൈവിക ചിന്തകൾ പെരുക്കിക്കൊണ്ടുവന്ന് അത് മനുഷ്യവർഗത്തിന് അനുഗ്രഹകരമാക്കി തീർക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭയുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ചിന്ത വിഷയത്തിൽ വിജ്ഞാനവും വിനോദവും കൂട്ടിയിണക്കി മനോഹര പ്രോഗ്രാം വടക്കേപ്പറമ്പിൽ ബഹുമാനപ്പെട്ട കുര്യൻ മാത്യൂസ് കാശിശായുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ദൈവിക ചിന്തയുടെ അതിരറ്റതും അളവറ്റതുമായ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ പ്രോഗ്രാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും അനുഗ്രഹങ്ങളും ആശ്വാസവും നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇതുപോലുള്ള ശിക്ഷകളും പാപത്തിൻ്റെ വടികളും അപകടങ്ങളും വ്യാധികളും ഉണ്ടായ കാലത്തെല്ലാം അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുകയും നല്ല ഇണക്കത്തോടുകൂടെ, ദൈവിക വണക്കത്തോടുകൂടെ സഭ, അതിൻ്റെ മക്കൾ ഓരോ മാർഗങ്ങളിൽ കൂടെ നമുക്ക് അനുതാപത്തിനും അനുഗ്രഹത്തിനുമായി തീരുവാൻ തക്കവണ്ണം ഒരുക്കുന്നതായ എല്ലാ വഴികളും അധ്വാനത്തിൻ്റെ ഫലമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നു, അവർക്കൊക്കെ അതിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്നകന്നു പോകരുത്. കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് സ്നേഹത്തോട് അറിയിക്കുന്നു. ഇതിനുവേണ്ടി ചെറുതും വലുതുമായി പരിശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും
അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതുവരെയും ഓരോ ദൈവമക്കളും ഈ പരിശ്രമത്തോട് ബന്ധപ്പെട്ട് കൂട്ടുചേർന്നിട്ടുള്ള എല്ലാവരോടും വളരെ വിനയപൂർവ്വം നന്ദി അറിയിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനം. കലോപെട്ര 2020 മൊഡ്യൂൾ 1 5-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലും ഞങ്ങളോട് കൂടെയായിരുന്ന് ഈ പ്രോഗ്രാമിനെ ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാവരെയും കലോപെട്ര ടീമിന് വേണ്ടി അഭിനന്ദിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ടാസ്കുകൾക്കും ആക്ടിവിറ്റികൾക്കുമൊക്കെ നിങ്ങൾ നൽകുന്ന റിപ്ലൈ അത് നിശ്ചയമായിട്ടും ഇന്നും അടുത്ത ദിവസങ്ങളിലുമായിട്ട് ഈ ലൈവ് ചെയ്യുന്ന ചാനലുകളിലും അതുപോലെ കലോപെട്രയുടെ യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ 5-ാം ദിവസവും നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുതിയ കുറേ വിഭവങ്ങളുമായിട്ടാണ്. ആരംഭിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശബ്ദ സൗകുമാര്യം, നമ്മുടെ ഈ പരിശുദ്ധ സഭയുടെ മണിനാഥമായിരുന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി. അദ്ദേഹം രചിച്ച പാട്ടുകൾ ഈ പരിശുദ്ധ സഭയുടെ ആത്മാവിൻ്റെ വലിയ പ്രകരണങ്ങളാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കായിട്ട് രചിച്ച മനോഹരമായൊരു ഗാനമുണ്ട്. കഴിഞ്ഞ തലമുറ അത് ഏറ്റുപാടി ഹൃദയത്തിൽ രജിസ്റ്ററായൊരു പാട്ടാണ്. പുതിയ തലമുറയ്ക്ക് അത് അനുഭവവേദ്യമാക്കാൻ ഈ വേദിയെ ഒന്ന് ഉപയോഗിക്കുകയാണ്. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമുട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ, ഈശോയാമിടയൻ്റെ ആട്ടിൻ പറ്റത്തെ
അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. മനോഹരമായ ആ ഗാനത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെഷൻസ് ആരംഭിക്കുകയാണ്. 1 മണിക്കൂർ നേരം ഞങ്ങളോടുകൂടി ആയിരിക്കുക. നിങ്ങൾക്കായുള്ള വിഭവങ്ങൾ ആസ്വദിക്കുക. ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് വലിയ ഗുണമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്തതായി സോങ് ബൈ റോബിൻ. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. അത് ഒന്ന് സൂചിപ്പിച്ചു പോയില്ലെങ്കിൽ അത് വലിയൊരു കൃതജ്ഞതയാവും. നമ്മുടെ ഈ കലോപെട്ര 2020യുടെ മൊഡ്യൂൾ 1 അത് സത്യത്തിൽ ഈ ലോകത്തെമ്പാടുമുള്ള ആളുകളിൽ എത്തപ്പെട്ടതിന് പിറകിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സഭയിലെ സഭാസ്നേഹത്താൽ ഉജ്ജ്വലിച്ച കുറച്ച് യുവാക്കൾ. പല ദേശങ്ങളിലുള്ളവരാണ്. അവരൊന്നു ചേർന്ന് നടക്കുന്ന യാക്കോബായ സുറിയാനി സഭ ന്യൂസ് എന്ന് പറയുന്ന ആ ചാനൽ, ആ ഫേസ്ബുക്ക് ചാനൽ. അതോടൊപ്പം നമ്മുടെ സഭയുടെ തന്നെ ഒരുപാട് ഫേസ്ബുക്ക് ചാനൽസ്, അവരെല്ലാം ഇക്കാര്യത്തോട് ചേർന്ന് സഹകരിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ പ്രമുഖ ദൈവാലയങ്ങളിലെ ഉൾപ്പെടെയുള്ള ദൈവാലയങ്ങളിലെ മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളി, നാൽനാക്കൽ പള്ളി, വടക്കൻ തെക്കൻ പ്രദേശങ്ങളിലെ പള്ളികൾ, മറ്റ് ഭദ്രാസനങ്ങളിലെ പള്ളികൾ, എല്ലാവരും വിദേശങ്ങളിലെ ദേവാലയങ്ങൾ ഒക്കെ എല്ലാവരും ഇതിൻ്റെ ഈ പ്രോഗ്രാം ലോകത്ത് എല്ലായിടത്തും എത്തിച്ചേരാനായിട്ട് അനേകർക്ക് അനുഗ്രഹമായി തീരാൻ തക്കവണ്ണം സഹായിച്ചു. എല്ലാവരുടെയും ഉദ്യമങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കലോപെട്ര ടീമിന് വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ അനുഗ്രഹ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. 4 ദിവസമായിട്ട് നല്ല പാട്ടുകളെ, ടാസ്കുകളെ, അച്ഛൻ്റെ പുതിയ നമുക്ക് തന്നതായിട്ടുള്ള അറിവുകളെ, ഇതെല്ലാം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഡെഡിക്കേഷൻ സോങ് ആണ്. ആ പാട്ടിനെക്കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് ഇൻട്രോ ഇപ്പോൾ അച്ഛൻ നമ്മളോട് പകർന്നു നൽകുന്നതായിരിക്കും. താങ്ക് യു റോബിൻ. ഇൻട്രോയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നത്തെ 1-ാമത്തെ പാട്ട് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി നമുക്ക് നൽകിയ മനോഹരമായൊരു സമ്മാനമാണ്. പെരുമ്പള്ളി തിരുമേനി നമ്മുടെ സഭയിലെ പെൺകുട്ടികൾക്കായി ആരംഭിച്ച ഹെയിൽ മേരി ലീഗിൻ്റെ ഒരു യോഗത്തിൽ വെച്ച് ആ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്തുവിലേക്ക് സമർപ്പിച്ച അതിമനോഹരമായൊരു ഗാനമാണ്. അത് കഴിഞ്ഞ തലമുറ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടിയൊരു ഗാനമാണ്. പുതിയ തലമുറയ്ക്ക് അതത്ര പരിചിതമല്ലാത്തത് കൊണ്ട് കലോപെട്രയുടെ ഈ വേദിയിൽ നിങ്ങളെ അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയെ നമുക്കറിയാം. ഓർക്കാതെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പാട്ടുകൊണ്ടും ആരാധനാ വൈഭവം കൊണ്ടും പ്രസംഗം കൊണ്ടും ജീവിതം കൊണ്ടും സഭയെ പണിത ആ പുണ്യപിതാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കലോപെട്ര ടീം ഈ പാട്ട് യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമുട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ, ഈശോയാം ഇടയൻ്റെ ആട്ടിൻ പറ്റത്തെ അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. നമ്മളെല്ലാവരെയും യേശുവിൻ്റെ കുഞ്ഞാടുകളാക്കി മാറ്റുന്ന അതിമനോഹരമായ ഗാനം ഞങ്ങളോടുകൂടെ ചേർന്ന് പഠിക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായി തീരാം. എല്ലാവർക്കും ശ്രദ്ധാപൂർവം ഈ പാട്ടിൽ ആയിരിക്കാം. പാട്ടിലേക്ക് യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ, യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ, ഈശോയാം
ഈശോയാമിടയന്റെ ആട്ടിൻ പറ്റത്തിൽ അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. ഈശോയാമിടയന്റെ ആട്ടിൻ പറ്റത്തിൽ അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. പാടും ഞങ്ങൾ ഹല്ലേലൂയ, മാലാഖമാ പാടും ഗാനം. പാടും ഞങ്ങൾ ഹല്ലേലൂയ, മാലാഖമാ പാടും ഗാനം. കുഞ്ഞിക്കൈകൊട്ടിയും കുഞ്ഞിക്കാൽ കൊണ്ടെങ്ങൾ നൃത്തം ചവിട്ടിയും ഹാലേൽ പാടും. കുഞ്ഞിക്കൈകൊട്ടിയും കുഞ്ഞിക്കാൽ കൊണ്ടെങ്ങൾ നൃത്തം ചവിട്ടിയും ഹാലേൽ പാടും. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. പൈതങ്ങളെ താലോലിക്കും ആശിസേകും യേശുനാഥൻ. പൈതങ്ങളെ താലോലിക്കും ആശിസേകും യേശുനാഥൻ. നേർവഴി തന്നിൽ നയിക്കണേ ഞങ്ങളെ, കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. നേർവഴി തന്നിൽ നയിക്കണേ ഞങ്ങളെ, കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. അൻപുള്ളോളം അമ്മ തൻ്റെ പുകഴേറും പ്രാർത്ഥനയാലങ്ങൾ. അൻപുള്ളോളം അമ്മ തൻ്റെ പുകഴേറും പ്രാർത്ഥനയാലങ്ങൾ. സ്നേഹത്തിൽ വളരണേ, ജ്ഞാനത്തിൽ നിറയണേ, ദൈവകൃപയിൽ വളർത്തിടണേ. സ്നേഹത്തിൽ വളരണേ, ജ്ഞാനത്തിൽ നിറയണേ, ദൈവകൃപയിൽ വളർത്തിടണേ. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. യേശു രാജാവിൻ പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. ഈശോയാമിടയന്റെ ആട്ടിൻ പറ്റത്തിൽ അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. ഈശോയാമിടയന്റെ ആട്ടിൻ പറ്റത്തിൽ അരുമക്കുഞ്ഞാടങ്ങൾ ദൈവമക്കൾ. പാടും ഞങ്ങൾ ഹല്ലേലൂയ, മാലാഖമാ പാടും ഗാനം. പാടും ഞങ്ങൾ ഹല്ലേലൂയ, മാലാഖമാ പാടും ഗാനം. കുഞ്ഞിക്കൈകൊട്ടിയും കുഞ്ഞിക്കാൽ കൊണ്ടെങ്ങൾ നൃത്തം ചവിട്ടിയും ഹാലേൽ പാടും. കൈകൊട്ടിയും കുഞ്ഞിക്കാൽ കൊണ്ടെങ്ങൾ നൃത്തം ചവിട്ടിയും ഹാലേൽ പാടും. രാജാവിൻ
പൂങ്കാവനത്തിലെ പൂമൊട്ടുകൾ ഞങ്ങൾ കുഞ്ഞുമക്കൾ. പ്രിയമുള്ളവരെ, ഈ പാട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഈ കുഞ്ഞുനാളുകളിൽ എല്ലായ്പ്പോഴും പാടുക. യേശുവിൻ്റെ കുഞ്ഞാടായി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ സംരക്ഷണം എന്ന് നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ. കലോപെട്രയുടെ 1ാം മൊഡ്യൂളിൻ്റെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നത്തെ സെഷൻസ് മുഴുവനുണ്ട്, അത് മുഴുവൻ കാണണം കേട്ടോ. 2ാമത്തെ സെഷൻ മൊഡ്യൂൾ 2 ഈ നമ്മുടെ സ്വർഗാരോഹണ പെരുന്നാൾ വരുന്ന വ്യാഴാഴ്ചയാണല്ലോ. അന്ന് വൈകിട്ട് മുതൽ പെന്തിക്കോസ്തി വരെ 10 ദിവസം ഉണ്ടായിരിക്കും. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തിയെ, അതിൻ്റെ ആ വലിയ ശക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധ സഭയുടെ ദർശനത്തിൽ അരമണിക്കൂർ നീളുന്ന ക്ലാസ്സും ധ്യാനവും ഉൾപ്പെടെയായിരിക്കും. അത് ക്രമീകരിക്കുക, കൂടെ ഉണ്ടാകണം. നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത ഈ മൊഡ്യൂളിലെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും തുടർന്നും ഞങ്ങളോട് കൂടിയായിരിക്കുക. ദൈവം അനുഗ്രഹിക്കും. വീണ്ടും നമുക്കൊരു ചെറിയ ഗാനം ആലപിക്കാം. നമുക്ക് സാധാരണ പള്ളികളിലാകട്ടെ, സൺഡേ സ്കൂളുകളിലെ മത്സരങ്ങളാകട്ടെ, നമുക്ക് സിംഗിൾ സോങ് ഒക്കെ പാടാൻ പറ്റുന്ന ഒരു ഗാനമാണ്. ചെറുതായിട്ട് നമ്മളാൽ കഴിയുന്ന വിധം നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയതായിട്ടുള്ളൊരു ഗാനമാണ്. അപ്പോൾ ശക്കലം പാടുണ്ടെങ്കിലും എളുപ്പമാണ് പഠിക്കാൻ. ഞാൻ ജസ്റ്റ് ഓരോ ലൈനും പറയാം, പെട്ടെന്ന് എഴുതിയെടുക്കുക. ജീവിത പാതയിൽ മുന്നോട്ട് നീങ്ങുവാൻ, ഫസ്റ്റ് ലൈനാണ്. ജീവിത പാതയിൽ മുന്നോട്ട് നീങ്ങുവാൻ. സെക്കൻഡ് ലൈൻ, ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. ഒന്നുകൂടെ പറയാം. ജീവിതപാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. അടുത്തത്, സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ. നമ്മോട് കൂടെയുണ്ടെന്നുമെന്നും. നമ്മോട് കൂടെയുണ്ട് എന്നുമെന്നും. ഒന്നുകൂടെ പറയാം. ജീവിതപാതയിൽ മുന്നോട്ട് നീങ്ങുവാൻ, ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ, ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. തേർഡ് ലൈൻ, സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ. ഫോർത്ത് ലൈൻ, നമ്മോട് കൂടെയുണ്ട് എന്നുമെന്നും. ഫസ്റ്റ് 4 ലൈൻ തീർന്നു. ഇനി അടുത്ത ഫസ്റ്റ് സ്റ്റാൻസാണ്. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ. കരമതിൽ നിന്നെ വഹിക്കും അവൻ. കരമതിൽ നിന്നെ വഹിക്കും അവൻ. എന്നൂടെ പറയാം. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ. കരമതിൽ നിന്നെ വഹിക്കും അവൻ. ഫോർത്ത് ലൈൻ, പ്രാർത്ഥനയോടിതാ ഞങ്ങൾ വരുന്നു. എന്നൂടെ പറയാം. പ്രാർത്ഥനയോടിതാ ഞങ്ങൾ വരുന്നു. കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. പ്രാർത്ഥനയോടിതാ ഞങ്ങൾ വരുന്നു. കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. വീണ്ടും ജീവിതപാതയിൽ. ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് കോഴ്സ് പിടിച്ചൊന്ന് പാടിക്കാം. അതിനുശേഷം നമുക്ക് ചേർന്ന് പാടാം. ജീവിതപാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. ജീവിതപാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ. നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ. നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു തവണയും കൂടെ പാടാം, ഒറ്റ പ്രാവശ്യം കൂടെ. നമുക്ക് 4 ലൈൻ ഒന്നുകൂടെ ചേർന്ന് പാടാം.
ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത 4 നമുക്കൊന്ന് ചേർന്ന് പാടാവേ. ഞാനൊന്ന് പാടാം. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ, കരമതിൽ നിന്നെ വഹിക്കുമവൻ. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ, കരമതിൽ നിന്നെ വഹിക്കുമവൻ. പ്രാർത്ഥനയോടിത ഞങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. പ്രാർത്ഥനയോടിത ഞങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഗാനമാണ്. നമുക്കിത് താളത്തോട് ചേർന്ന് പാടാം. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. സ്നേഹമായി പ്രതീക്ഷയായി വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ, കരമതിൽ നിന്നെ വഹിക്കുമവൻ. ദുഃഖിതർക്കെന്നെന്നും ആശ്വാസം നീ, കരമതിൽ നിന്നെ വഹിക്കുമവൻ. പ്രാർത്ഥനയോടിത ഞങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. പ്രാർത്ഥനയോടിത ഞങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങളാം നിൻ മക്കളിതാ. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടം ക്രിസ്ത്യനുമായി. സ്നേഹമായി പ്രതീക്ഷയായി
വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. സ്നേഹമായി പ്രതീക്ഷയ വിശ്വസ്തനായിതാ നമ്മോടു കൂടെയുണ്ടെന്നുമെന്നും. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. ജീവിത പാതയിൽ മുന്നോട്ടു നീങ്ങുവാൻ ചേർന്നു നടന്നിടാം ക്രിസ്ത്യനുമായി. അപ്പോൾ നമ്മളൊരു 7-8 പാട്ടുകളോട് അധികം പഠിച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയും ചെറിയ ചെറിയ പാട്ടുകളാണ് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇത് തങ്ങി നിൽക്കട്ടെ. ഇപ്പോൾ പഠിപ്പിച്ച പാട്ടാകട്ടെ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മത്സരങ്ങൾക്കാകട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മത്സരങ്ങൾക്കാണെങ്കിലും നമുക്ക് പാടാവുന്നതാണ്. അപ്പം ഇത്രയും നല്ലൊരു അവസരം ഞങ്ങൾക്ക് തന്ന ഇതിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി, കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ അച്ഛനോടുള്ള നന്ദിയും എബിയോടുള്ള നന്ദിയെല്ലാം ഇത്തരണത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ കീബോർഡ് വായിച്ച ടിറ്റോയാണ്, എൻ്റെ റോബിൻ എന്നാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ക്രൂവിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Hello friends, hi. How are you today? Good. Friends, Calopetra Module 1, Day 5, the last session. ഈ 5 ദിവസത്തെ മൊഡ്യൂളിലൂടെ കടന്നുപോയ നിങ്ങൾ ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ റോക്കായിട്ട് മാറിയിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. പ്രിയമുള്ളവരെ, without wasting much time, let us start our session. And today, for the sub-juniors, we are analyzing the rest 2 letters of the word love. Last 2 days we have discussed the expanded forms of L and O. L means art of listening and O stands for art of opening up. And the word we and E, the word we stands for value them, and the word E stands for empathy. എന്താ ഈ വാല്യൂ ദം എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, our Lord Jesus Christ, through his teachings, given us a very important mission. And that is to make heaven wherever you are. Please don't forget, don't make hell wherever you are. Means make heaven wherever you are. How to make heaven? How to make heaven? എങ്ങനെയാണ് സ്വർഗം സൃഷ്ടിക്കുന്നത്? ആൻഡ് അതിനൊരു ഉത്തരം വേദപുസ്തകത്തെ ആകപ്പാടെ ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ കണ്ടെത്താൻ. ഇങ്ങനെ പറയാറുണ്ട്, ആദരവ് ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. ആദരവ് ലഭിക്കുന്ന ഇടം, ആദരവ്, റെസ്പെക്റ്റ്, ബഹുമാനം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീട്ടിലാണ്, വീട്ടിലിരിക്കാൻ നമുക്കിഷ്ടമാണ്. കാരണം നമ്മുടെ പപ്പായും മമ്മിയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർ നമ്മൾക്ക് തരുന്ന ആദരവാണ് സ്നേഹം. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അല്ലാത്തൊരിടം നമ്മൾ പറയും നരകം, നരകം. സോ ഫ്രണ്ട്സ്, വാല്യൂ ദം. എന്ത് ബഹുമാനമാണോ ഓരോരുത്തർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവത്തിന് കൊടുക്കണം. മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുത്തിരിക്കണം. അധ്യാപകർക്ക് കൊടുക്കേണ്ട ബഹുമാനം അതിർക്ക് കൊടുക്കണം. സമൂഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം സമൂഹത്തിന് കൊടുക്കണം.
നിയമത്തിന് കൊടുക്കേണ്ട ബഹുമാനം നിയമത്തിനും കൊടുക്കണം, ആരാധനയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം ആരാധനയ്ക്കും കൊടുക്കണം. അപ്പം നമുക്കറിയാം, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. കർത്താവ് പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ കൊടുക്കുക. അപ്പം അതുകൊണ്ട് ബഹുമാനം കൊടുക്കുന്നവരും ബഹുമാനം സ്വീകരിക്കുന്നവരുമായി തീരാൻ കൂട്ടുകാർക്ക് സാധിക്കുമ്പോൾ അഗാപ്പയിലെത്തും. അതൊരു ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതിനൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ളത് യൗസേഫിനെ കുറിച്ചാണ്. പഴയ നിയമ യൗസേഫായാലും കുഴപ്പമില്ല, പുതിയ നിയമ യൗസേഫായാലും കുഴപ്പമില്ല. നമ്മൾ ആരാധനയ്ക്ക് ഏവങ്കേലിയോനിൽ വിശുദ്ധന്മാരുടെ ഓർമ്മയിൽ നമ്മൾ പാടുന്നൊരു പാട്ടാണ്, ഉത്തമ യൗസേപ്പിൻ അസ്ഥികളെ മോശ. യൗസേഫിന് കൊടുത്ത ടൈറ്റിലാണ് ദ ഗുഡ്, നല്ലവൻ. നമ്മളെ അങ്ങനെ ഒരു ടൈറ്റിൽ തന്നാൽ എന്തായിരിക്കും തരിക? ഓ മൈ ഗോഡ്. സോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കുന്നവരാകാം. അപ്പോൾ പഴയ നിയമ യോസെഫ് ബഹുമാനിച്ചു അപ്പനെ, സഹോദരങ്ങളെ, ആയിരുന്ന സ്ഥലത്തെ സിസ്റ്റത്തെ, തെറ്റിനെ എതിർത്തു. പുതിയ നിയമത്തിലെ യോസെഫ് നമുക്കറിയാം, ദി കെയർ ടേക്കർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലേ, നീതിമാനായിരുന്നു, നീതിമാൻ. ഭാര്യയെ കന്യകമറിയാമിനെ ബഹുമാനിച്ചു, സിസ്റ്റത്തെ ബഹുമാനിച്ചു. നമ്മളിപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നു. ഒരു കാര്യം മാത്രം പറയട്ടെ, തിരുക്കുറൾ എന്നൊരു പുസ്തകമുണ്ട്, തിരുക്കുറൾ. ഈ തിരുക്കുറൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ, അത് തിരുവള്ളുവർ എഴുതിയതാണ്, തമിഴ്നാട്ടുകാരനാണ്. ആരാണൊരു നല്ല വിദ്യാർത്ഥി, ആരാണ് സമർത്ഥനായ വിദ്യാർത്ഥി, ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാർത്ഥി, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്? അപ്പോൾ അതിന് തിരുവള്ളുവർ നൽകുന്ന ഒരു ഉത്തരവുണ്ട്. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, ഒരു കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, അപ്പുറത്ത് നിൽക്കുന്ന അപ്പനോടും അമ്മയോടും ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആൾ ചോദിക്കണം, ഈ ഓമനക്കുട്ടനെ കിട്ടാൻ ഏത് സ്ഥലത്താണ് നിങ്ങൾ നേർച്ച നേർന്നത്? അങ്ങനെയാണ് നിങ്ങളൊരു സ്മാർട്ട് കിഡാകേണ്ടത് കേട്ടോ, സ്മാർട്ട് കിഡാകേണ്ടത്. ഇങ്ങനെ ഒരാളെ കിട്ടാൻ എവിടെയാണ് നിങ്ങൾ നേർച്ച നേർന്നത്? അങ്ങനെയുള്ള ഒരാളായിരുന്നു യോസെഫ്. 2 യോസെഫ്മാർ. നമുക്കെങ്ങനെയൊന്നായാലോ ബഹുമാനം കൊടുക്കേണ്ടിടത്തോളം കൊടുക്കാം, നമുക്കും കിട്ടും. അടുത്തത് ഈ എന്ന വാക്കാണ്. ഈ എംപതൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പഠിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് ഹാവ് ഗിവൺ us എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ, ദ ബെസ്റ്റ് സ്റ്റോറി ഇൻ ദ വേൾഡ്. അതാണ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 35 to 45. വേദപുസ്തകം എന്ന് പറയുന്നത് വായിക്കണം കേട്ടോ. നമുക്കറിയാം, ദി ഈവൻ്റ് ഓഫ് ദി പാരബിൾ ഓഫ് ഗുഡ് സമരിറ്റ്. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വളരെ താഴ്വരയൊക്കെയുള്ള സ്ഥലമാണ്, വിജനമായ സ്ഥലമാണ്. അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, പണം എല്ലാവരും അപഹരിച്ചുകൊണ്ട് പോയി. ഇയാളിങ്ങനെ മുറിവേറ്റ് കിടക്കുകയാണ്, കാരണം പ്രതിരോധിച്ചേ. അങ്ങനെ കിടക്കുമ്പോൾ ആദ്യം ഒരു പുരോഹിതൻ വന്നു. അയാൾ നോക്കി, പക്ഷേ ദേവാലയത്തിൽ പോകണം, അതുകൊണ്ട് അയാൾ തൻ്റെ കർത്തവ്യം ഓർത്ത് ഓടിപ്പോയി. രണ്ടാമത്തെ ആൾ ഒരു ലേവ്യനായിരുന്നു, അയാളും അതുതന്നെ ചെയ്തു. മൂന്നാമത് വന്നതൊരു ശമരിയക്കാരനാണ്. അയാൾക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, പക്ഷേ അദ്ദേഹം ചെയ്തു. അപ്പോഴീ 3 പേരുടെ ആ നിലപാടിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട, അതായത് 1 നമ്മുടെ ഈ കള്ളൻ, 2 ഈ പുരോഹിതനും ലേവ്യനും, 3 ഈ നല്ല ശമരിയാക്കാരൻ. നല്ല ശമരിയാക്കാരൻ വന്നു. അയാൾ ഈ വീണ് കിടക്കുന്ന ആളെ എടുത്തു, എന്നിട്ട് മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു സത്രത്തിലാക്കി, ഒരു ഹോട്ടലിലാക്കി. എന്നിട്ട് പറഞ്ഞു, കുറേ പണം കൊടുത്തിട്ട് പറഞ്ഞു,
നിങ്ങളൊന്ന് ശുശ്രൂഷിക്കണം. ഇനിയും പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. ഓക്കെ. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഈ എംപതി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഉണ്ടാകേണ്ട ഒരു നിലപാട്, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ മനുഷ്യനെ ആക്രമിച്ചൊരു കള്ളന്മാരെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവരുടെ ചിന്ത തൈൻ ഈസ് മൈൻ എന്നുള്ളതാണ്. നിൻ്റേത് എൻ്റേത്. വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഈ ലോകത്തെ സകല പ്രശ്നത്തിൻ്റെ ആധാരം അതാണ്. നിൻ്റേത് എൻ്റേത്. നിൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ സ്വന്തമാക്കും. ഇതിന്ന് പൊതുവെ ചില ബിസിനസ് സ്ട്രാറ്റജിയുടെയും ഭാഗമായിട്ടുണ്ട്. ദയവ് ചെയ്ത് അതിലേക്ക് പോകരുത്. വേർപ്പ് വീഴാത്ത പണം നമുക്ക് ഗുണകരമാകില്ല മക്കളെ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. പോട്ടെ, തിരിച്ചു വരാം. രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ പുരോഹിതനും ലേവ്യനെ രണ്ടുപേരും കണ്ടു. ഇയാളിങ്ങനെ കിടക്കുന്നത് ശുശ്രൂഷിക്കേണ്ടതാണ്. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് മൈൻ ഈസ് മൈൻ, എൻ്റേത് എൻ്റേത്, നിൻ്റെ കാര്യം. ഇങ്ങനെ ചില പാർട്ടികളുണ്ട്, വേറെ ഒരാളുടെയും കാര്യം നോക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം. അപകടം. മൂന്നാമത്തേത് അതാണ് ഈ ശമര്യക്കാരൻ. മൈൻ ഈസ് തൈൻ, എൻ്റേത് നിൻ്റേതും കൂടാണ്. പ്രിയമുള്ളവരെ, അതാണ് അഗാപ്പെ. എൻ്റേത് നിൻ്റേതും കൂടാണ്. സാധ്യമായ സഹായങ്ങളൊക്കെ ചെയ്തതിന് ചെയ്യും. സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എമ്പതി, മറ്റൊരാളെ അയാളായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതാണ് അഗാപ്പെ എന്ന് പറയുന്ന ലവ്. ലിസണിങ്, ആർട്ട് ഓഫ് ലിസണിങ്, ആർട്ട് ഓഫ് ഓപ്പൺ അപ്പ്, ആർട്ട് ഓഫ് വാല്യൂ ദം, റെസ്പെക്റ്റ് ആൻഡ് ആർട്ട് ഓഫ് എംപതി. അങ്ങനെ ഈ നാല് തലങ്ങളിലൂടെ നിങ്ങളുടെ സ്നേഹം ഇന്ന് വരെ അങ്ങനെ ആയിരുന്നോ? അല്ല. കലോപെട്രയിലൂടെ അങ്ങനെയായി തീരട്ടെ. നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പറയട്ടെ, ഈ ഒരു കുഞ്ഞിനെ കിട്ടാൻ എവിടെയാണ് നിങ്ങൾ നേർച്ച നേർന്നത്? മണർകാട്ടാണോ, കോതമംഗലത്താണോ, അത് മറ്റ് മഞ്ഞനിക്കരയിലാണോ, മറ്റെവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. കലോപെട്രയിലൂടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അവസാനിക്കുകയല്ല. കലോപെട്ര ഈസ് എ സീരീസ്. പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആയില്ലേ? നമ്മുടെ ലാസ്റ്റ് ഡേയുടെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസിന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മറ്റുള്ളവർക്കായിട്ട് നമുക്ക് ഇടപെടാനായിട്ട് അറിയണമല്ലേ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ പേരെടുത്ത് വിളിക്കുക എന്നുള്ളത്. നമ്മുടെ ബൈബിളിൽ ദൈവം പലരെയും ചില സമയങ്ങളിൽ പേരെടുത്ത് വിളിച്ചതായിട്ട് നമ്മൾ കണ്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? അതൊന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അടിക്കാവോ? Hello friends, hi, how are you? Hope you all are doing good at your homes. Corona, COVID-19, അതിൻ്റെ വലിയ ആഘാതങ്ങൾ കുറഞ്ഞു വരുന്നു. പുതിയ രീതികളിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. Without wasting much time, കലോപെട്ര മൊഡ്യൂൾ 1 ഡേ 5 കിടക്കുകയാണ്. ലാസ്റ്റ് സെഷനാണ്. ജൂനിയേഴ്സ്, നമ്മൾ ചിന്തിച്ചിരുന്ന വിഷയം ഫെയ്ത്ത് എന്നുള്ളതാണ്. ഹൈമോനോസോ പിസ്റ്റിസ്, വിശ്വാസം, ഫെയ്ത്ത്. എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഒരിക്കൽ ഈ ഫെയ്ത്തിന് നൽകിയൊരു ഡെഫിനേഷൻ ഞാൻ ഓർക്കുകയാണ്. ഫെയ്ത്തിന് നൽകിയ ഡെഫിനിഷൻ ഇതാണ്: FAITH, ഫോർവേഡ് ഓൾ ഇഷ്യൂസ് ടു ഹെവൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് ഫെയ്ത്ത് എക്സാക്ട്ലി. ഫ്രണ്ട്സ്,
Today we are going to discuss a very important aspect from St. Paul's letter to Romans, chapter 8, verse 9. It's written like this: when someone becomes a Christian, God comes to live inside them by His Holy Spirit. ആരെങ്കിലും ക്രിസ്തുവിൻ്റെ അനുയായിയാകുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം അവനിൽ വാസമുറപ്പിക്കുന്നു. അങ്ങനെ വാസമുറപ്പിച്ചിട്ട് He transforms us from our within. നമ്മുടെ അകത്തിരുന്ന് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. Our characters, നമ്മുടെ സ്വഭാവത്തിൽ, our relationship, നമ്മുടെ ബന്ധങ്ങളിൽ, our security, നമ്മുടെ സുരക്ഷിതത്വത്തിലൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോമൻസ് 8:15-16 പറയുകയാണ്, പരിശുദ്ധാത്മാവുള്ളിലുള്ളപ്പോൾ വി ആർ ഗെറ്റിംഗ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺവിക്ഷൻ ദാറ്റ് വി ആർ ഗോഡ്സ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തരിക. ഈ ഒരു വിഷയത്തിൽ നമുക്ക് സഹായകരമായൊരു വ്യക്തിത്വമാണ് സെൻറ്റ് ജോൺ. അറിയാവുന്നതുപോലെ സുവിശേഷം എഴുതിയ, കർത്താവിൻ്റെ മാറിൽ ചാരിക്കിടന്ന യോഹന്നാൻ. ഈ ക്രിസ്തു വന്നപ്പോൾ, ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ യോഹന്നാനുണ്ടായ മാറ്റം അത്ഭുതകരമാണ്. പുള്ളി ഒരു ബ്യൂട്ടിഫുൾ റോക്കായിട്ട് മാറി. നമ്മളെപ്പോലെ തന്നെ നല്ല ചൂടനായിരുന്നു യോഹന്നാൻ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ സുവിശേഷം കടന്നുപോകാൻ കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം ശമരിയക്കാർ യേശുവിനെ സ്വീകരിച്ചില്ല. ഉടനെ ആകാശത്ത് നിന്ന് തീയിറങ്ങി ദഹിപ്പിക്കാൻ കർത്താവിനോട് പറയുകയാണ് ആ ദേഷ്യത്തിൽ. അങ്ങനെയുള്ള ആളാണ്. when he transformed a beautiful rock, യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായപ്പോൾ ഒറ്റ വാക്കേ പുള്ളിയുടെ നാവിൽ നിന്ന് വരുന്നുള്ളൂ: ലവ്, ലവ്, ലവ്. ഈ വാക്ക് കേൾക്കാൻ പുള്ളിയെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു അത്രേ ആളുകൾ 100 വയസ്സൊക്കെ ആയപ്പോഴേ. അതായത് രാവിലെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എന്തിലാണോ ചുമന്നുകൊണ്ട് പോകുന്നത് ആ സാധനത്തിൽ ആളുകൾ ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ പള്ളി കൊണ്ടു. എന്തിനാ? പുള്ളി ആകെ പ്രസംഗിക്കത്രേ ഉള്ളൂ: ലവ്, ലവ്, സ്നേഹം, സ്നേഹം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലാണ് പറഞ്ഞത് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അതുപോലെ തന്നെ സെൻറ്റ് ജോണിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു അത്ഭുതം അതിനകത്തുണ്ട്. ഒരിക്കലും യോഹന്നാൻ തൻ്റെ പേരതിനകത്ത് പറയുന്നില്ല. തൻ്റെ പേരതിനകത്ത് പറയുന്നില്ല. അപ്പം അങ്ങനെ തൻ്റെ ഗുരുവിനെ സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ, അങ്ങനെ ഗുരുവിനെ സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ ഭാഗ്യമാണ്. നമുക്കറിയാം അല്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 19 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തൻ്റെ അമ്മയെ യോഹന്നാന് പരമേൽപ്പിക്കുന്നു: ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നർ സർക്കിളിലെ ഒരാളായിരുന്നു യോഹന്നാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയയാളായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്ത് എന്നുള്ള വിഷയത്തിൽ യോഹന്നാന് വന്ന ഈ മാറ്റം അത്ഭുതകരമാണ്. എന്തായിരുന്നോ യോഹന്നാൻ മുമ്പ്, എല്ലാം മാറിപ്പോയി. ഫെയ്ത്ത് ട്രാൻസ്ഫോംഡ് ഹിം ടു എ ന്യൂ ബീയിങ്. നമ്മളിപ്പോൾ ഒരു ന്യൂ വേൾഡ് ഓർഡറിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ സെക്യൂരിറ്റി നോംസ്, നമ്മുടെ എല്ലാം മാറും അല്ലേ? കൊറോണ കാലത്തിന് മാറ്റ ശേഷം അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ വായിക്കണേ. അപ്പം അതുകൊണ്ട് നമുക്കൊരു പുതിയ ബീയിങ്ങായി മാറാം. അതുകൊണ്ട് ഈ കാലോപെട്രയിലൂടെ സെൻറ്റ് ജോണിനെ പോലെ പുതിയൊരു വ്യക്തിത്വമായിട്ട് തീരാൻ ഈ ഫെയ്ത്തിൻ്റെ അവസാനതലം അത് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ മിനിഞ്ഞാന്നും ഇന്നലെയും കണ്ടത് ദൈവം പിതാവ്
ഇന്നലെ കണ്ടത് ക്രിസ്തുവിലൂടെയുള്ള ഒരു ഇടപെടൽ, ഇന്ന് കാണുന്നത് പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന വേണം. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ നിൻ്റെ വഴിയിൽ, ദൈവീക വഴിയിലൂടെ നയിക്കണേ. ഡെഫിനറ്റ്ലി ദൈവം നയിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഈ പ്രോഗ്രാമിലൂടെ യാത്ര ചെയ്തതിലുള്ള ആഗൈതവുമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ കലോപെട്ര എന്ന പ്രോഗ്രാം ഇനിയും തീർച്ചയായിട്ടും തുടരും, പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട്. ഇപ്പോൾ മൊഡ്യൂൾ 1 ഇന്ന് അവസാനിക്കുകയാണ്. ബാക്കി സെഷൻ ഉണ്ടാകും, അതിലൂടെ കടന്നു പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മളൊരു ലാസ്റ്റ് ഡേയുടെ ടാസ്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. ഈ കൊറോണ കാലത്തെ ലോക്ക്ഡൗണിൽ നമ്മളൊക്കെ വീട്ടിലിരുന്നപ്പം ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ടല്ലേ. നഴ്സുമാർ, പോലീസുകാർ, അങ്ങനെ ഒത്തിരി പേര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടാണ് നമുക്കൊക്കെ വീട്ടിലിരിക്കാനായിട്ട് പറ്റുന്നത്. അവർക്കൊരു നന്ദി പറയണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഒരു പേപ്പറിൽ ഈ കാലഘട്ടത്തിൽ ജോലി ചെയ്ത ആരെങ്കിലും ഒരാളുടെ ജോലി എഴുതി അവർക്കൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിങ്ങളത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. എല്ലാ ഫോട്ടോസും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് വെച്ച് വലിയൊരു പോസ്റ്റർ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 5 ദിവസവും ആക്ടിവിറ്റി ആയിട്ട് നമ്മളോടെല്ലാം കൂടിയ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Hello, how are you all? Hope you are doing good. അങ്ങനെ നമ്മുടെ ഈ മൊഡ്യൂളിലെ കലോപെട്രയുടെ ഈ 1ാമത്തെ മൊഡ്യൂളിലെ ഈ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളും ഞങ്ങളോടുകൂടി ആയിരുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധമായിരിക്കുന്ന ആശംസകൾ നേരുകയാണ്. And on this last day, regarding the topic hope, I'm going to give you a very solid thought. You know, the most powerful name in the world is nothing but Jesus. The power of the name of Jesus. Now, we can't describe it. Okay, today I'm going to give you 7 thoughts to lay our foundation in the name Jesus, the name given by heaven to earth. And these 7 thoughts, known in the Christian world as the I am sayings of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ ഞാൻ ആര് എന്ന് പറയുന്ന 7 കാര്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. ആ 7 ഞാനൊന്ന് പറയാം. എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. And the first one is John chapter 6, 35 to 48. I am the bread of life. ഞാൻ ജീവൻ്റെ അപ്പമാണ്. Second, John chapter 8, verse 12. I am the light of the world. Third one, John chapter 10, verse 7. I am the gate. 4, John chapter 10, verses 11 to 14. I am the good shepherd. Fifth one, John chapter 11, 25. I am the resurrection and life. Sixth one, John chapter 14, verses 6. I am the way, truth and life. And the final one, John chapter 15, verses 1 to 5. I am the true wine. Friends, ഈ 7 കാര്യങ്ങൾ, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു,
ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ട്രൂ വൈനാകുന്നു. നല്ല മുന്തിരിവള്ളി. പ്രിയമുള്ളവരെ, ഈ 7 കാര്യങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ വലിയൊരു അടിത്തറയാണ്. ഈ 7 കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് നമുക്കുള്ളത്? ഇഫ് യു ഹാവ് എ റിയൽ ഹോപ്പ്, if you have the real hope in Jesus Christ, kindly follow these 7 beautiful guidelines given by our Lord Jesus Christ. As he said, I am the bread of life, let us be bread of life. See, നമ്മളെല്ലാവരും ഒരു മരണ സംസ്കാരത്തിൻ്റെ നാട്ടിലാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. All our priorities have changed by COVID-19. ഇപ്പം നമുക്കറിയാം, ലോകത്ത് there are no discussions about infrastructural development. There are no discussions about war, weapons, development, economy, money, fall, rise, Sensex. Only one thing, life, 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 life. And these 7 sayings concentrated on life. Especially 2 thoughts. First one is, I'm the good shepherd. I'm the good shepherd. ഞാൻ നല്ല ഇടയനാകുന്നു. ഒരു നല്ല ഷെപ്പേർഡിന് 3 ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കരുണ, കാവൽ, കരുതൽ. നമ്മളെല്ലാം 3 ഗുണമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. കരുണ, കാവൽ, കരുതൽ. രണ്ടാമത്തത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നാൽ ഇന്ന് പലരും മതിലും കള്ളവും മരണവുമാണ്. വഴിയും സത്യവും ജീവനുമായിട്ട് നമുക്ക് മാറണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ സെഷൻ അവസാനിക്കുമ്പോൾ നമ്മൾ അനേകരെ ഈ നാളുകളിൽ പഠിക്കാനായിട്ടിടയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഹോപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി, അത് ലാസറാണ്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം ലാസറിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, ഓശാനയുടെ തൊട്ട് മുമ്പത്തെ ശനിയാഴ്ചയാണ് ലാസറിൻ്റെ ഉയർപ്പിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. ലാസറിൻ്റെ ഉയർപ്പിനെ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം, അന്ന് കൊഴുക്കട്ട ശനിയാഴ്ച എന്നറിയപ്പെടുന്നത്. മിറക്കിളല്ലേ. അപ്പം ലാസർ മരിച്ചു. 4 ദിവസമായി. ഇസ്രായേലിയരുടെ അറിവനുസരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ ശരീരം അഴുകി, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ആ കല്ലറയുടെ ഭാഗത്തേക്ക്, പിന്നെ അല്ലെങ്കിൽ അതിനകത്തേക്കൊന്നും പ്രവേശനമില്ല. 4-ാം ദിവസമാണ് ക്രിസ്തു വരുന്നത്. യേശു വന്നു. നമുക്കറിയാം, ആ രംഗം ഒന്ന് വായിക്കണേ നിങ്ങൾ വീട്ടിലെ, സമയക്കുറവുണ്ട് അത് പറയാത്ത. അപ്പം മാർത്ത, മറിയ സഹോദരങ്ങൾ അവർ പറഞ്ഞു, ഇപ്പം കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവർ ചിന്തിച്ചു അന്നേരവും നിത്യരാജ്യത്തിൽ ലാസർ ഉയർക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ കർത്താവ് കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നു. അവരോട് പറഞ്ഞു, കല്ല് മാറ്റുക. എന്നിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. തന്നെ ഏദൻ തോട്ടത്തിൽ മെനഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന്
ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ആ ഉദരത്തിൽ സൃഷ്ടിച്ചാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ കല്ലറയ്ക്കുള്ളിൽ കിടന്ന ലാസർ ചാടി വെളി വന്നു. ദാറ്റ് ഈസ് ഹോപ്പ്. അതുകൊണ്ട് ലാസർ പ്രത്യാശയുടെ വലിയൊരു നങ്കൂരാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കലോപെട്ര സീനിയേഴ്സായ നിങ്ങൾക്ക് മുമ്പിൽ ഉറപ്പ് തരുന്നു, പ്രത്യാശ കൊണ്ട് നിറയുക, യേശുവിലുള്ള പ്രത്യാശ കൊണ്ട് നിറയുക, യേശുവിനെ ഉള്ളിൽ കൊണ്ടുവന്നുള്ള പ്രത്യാശ കൊണ്ട് നിറയുക. ഡെഫിനറ്റ്ലി യു വിൽ ബി എ വിക്ടർ, നോ ഡൗട്ട്. ലാസറിനെ പോലെ, മരണത്തെ പോലും തോൽപ്പിക്കുന്നത്. അങ്ങനെ ആയിത്തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യാത്രയിൽ ഞങ്ങളോടുണ്ടായിരുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുന്നു. കൺക്ലൂഡിങ് സെഷനിൽ 2 വാക്കുകളുമായിട്ട് ഒന്നുകൂടെ കാണുന്നത് കൊണ്ട് ഇപ്പോൾ വിടവാങ്ങട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, കലോപെട്ര 2020 ഇന്നത്തെ ടാസ്കിനുള്ള സമയമാണ്. അതെ, നമ്മുടെ ഈ സെക്ഷനിലെ ഈ മൊഡ്യൂളിലെ അവസാന ടാസ്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നൽകുകയാണ്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ചിന്താവിഷയം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു കലാസൃഷ്ടി, അത് പ്രസംഗമാകാം, കഥകളാകാം, പാട്ടുകളാകാം, കവിതകളാകാം, എന്തുമാകട്ടെ 3 മിനിറ്റ് ദൈർഘ്യത്തിൽ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഞങ്ങളത് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്കായി നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ കരുതിയിരിക്കുന്നു. വേഗമാകട്ടെ. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ യുവാന. എനിക്ക് സ്പേസിൽ പോകാൻ എന്ത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമോ? കഥയിലൊക്കെ പോലെ ഏലിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേ. നമുക്കെന്നാ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി സ്പേസിൽ പോയാലോ? നമുക്ക് ഉണ്ടാക്കാം. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് ഒരേപോലെ ഇരിക്കുന്ന റോക്കറ്റിന്റെ പടമുള്ള പേപ്പർ, പിന്നെ ഈ ഒരു പേപ്പർ ക്ലിപ്പ്, പിന്നെ ഈ മാഗ്നറ്റ് സ്റ്റിക്ക്, പിന്നെ ഈ പേപ്പർ, പിന്നെ വൈറ്റ് ബോർഡ്, കട്ടിയുള്ള പേപ്പർ മതി. പിന്നെ ഈ 2 പേപ്പർ ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിപ്സ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പർ എടുത്ത് ഈ പേപ്പർ ക്ലിപ്പ്, ഈ 2 പേപ്പർ എടുത്ത് ഈ പേപ്പർ ക്ലിപ്പിന്റെ ഈ 2 സൈഡിലും ഒട്ടിച്ചു വെക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ റൗണ്ടായി വരയ്ക്കണം. പിന്നെ ഇവിടെ നടുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റും ഇവിടെ എൻഡിങ് പോയിന്റും വെക്കണം. ഇതാണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ, ഇതാണ് നമ്മുടെ ഭൂമി. പിന്നെ വൈറ്റ് ബോർഡിലോട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യണം. ഇത് രണ്ടും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റോക്കറ്റ് ഇവിടെ നടുക്ക് വയ്ക്കണം. പിന്നെ ഈ മാഗ്നറ്റ് സ്റ്റിക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ സ്പേസ്ഷിപ്പ് റെഡിയാകും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കലോപെട്രയുടെ 5ാം ദിവസമാണ്. 1ാം മൊഡ്യൂളിൻ്റെ അവസാന ദിവസമാണിന്ന്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ പോസുകളും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകളും നിങ്ങൾ വരും ദിവസങ്ങളിലും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത് നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും സ്പിരിറ്റിനെയും എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യുകയും ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പോസുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരല്പസമയം അതിനായി മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ തന്നെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായി മെഡിറ്റേഷൻ പോസിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ആദ്യം നിലത്തേക്ക് ഇറങ്ങിയിരിക്കുക. അതിനുശേഷം നട്ടൽ നിവർത്ത് വെച്ച് തല നേരെ വെച്ച്
കണ്ണുകൾ മെല്ലെ അടച്ച് നമ്മുടെ യേശുദേവനെ ധ്യാനിക്കാം. ശ്വാസം മുകളിലേക്കും പുറത്തേക്കും നോർമലായി എടുക്കുകയും വിടുകയും ചെയ്യണം. മനസ്സിൽ നിന്ന് എല്ലാ മറ്റു ചിന്തകളെയും മാറ്റി നിർത്തുക. നമ്മുടെ യേശുദേവന്റെ മുഖം മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എല്ലാവരും കണ്ണുകൾ മെല്ലെ തുറക്കാം. അടുത്തതായി ഇന്ന് നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസിന് ഉപരിയായി ഒരു യോഗ പോസ് ആണ് ചെയ്യുന്നത്. ഭുജംഗാസനം എന്നാണ് അതിൻ്റെ പേര്. ഭുജംഗം എന്ന് പറയുന്നത് പാമ്പ് എന്നാണ് അർത്ഥം. അതായത് പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന പോലെയാണ് ഈ പൊസിഷനിൽ നമ്മൾ നിൽക്കുന്നത്. അതിനെല്ലാവരും കാലുകൾ നിവർത്തി വെച്ചതിന് ശേഷം കമിഴ്ന്ന് കിടക്കുക. ഇതിനുശേഷം കൈ നിലത്ത് ഉറപ്പിച്ച് വെച്ച് കാലുകൾ അടുപ്പിച്ച് വെച്ച് ശരീരം മെല്ലെ മുകളിലേക്ക് ഉയർത്തി തല മുകളിലേക്ക് നോക്കി നിൽക്കണം. റിലാക്സ്. കൈ പുറകേക്കിട്ട് ഒരു 10 സെക്കൻഡ് റിലാക്സ് ചെയ്യാം. നമുക്കൊന്നുകൂടെ ചെയ്യാം. കൈകൾ തറയിൽ ഉറപ്പിച്ച് വെച്ച് ശ്വാസം എടുത്ത് മുകളിലേക്ക് ഉയർന്ന് മുകളിലേക്ക് നോക്കുക. റിലാക്സ്. കൈ പുറകേക്കിട്ട് അല്പസമയം വിശ്രമിക്കുക. ഒന്നുകൂടെ ചെയ്യാം. റിലാക്സ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ആസനത്തിൻ്റെ പേര് ഭുജംഗാസനം എന്നാണ്. ഇത് ചെയ്യുന്നതിലൂടെ പ്രായമായവർക്കാണെങ്കിൽ നടുവേദനയൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ലിവറിനും കിഡ്നിയുടെയും എല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ് ഈ ഭുജംഗാസനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദഹനശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ് ഭുജംഗാസനം. നിങ്ങൾ ഈ പോസ്റ്ററും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഇത്രയും ദിവസം എൻ്റെ കൂടെ ആയിരുന്ന എല്ലാ സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്ദി കൂട്ടുകാരെ. Psalms 91. You who live in the shelter of the Most High, who abide in the shadow of the Almighty, will say to the Lord, my refuge and my fortresses, my God in whom I trust. For he will deliver you from the snare of the fowler, from the deadly pestilence he will cover you with his pinions, and under his wings you will find a refuge. His faithfulness is a shield and buckler. You will not fear the terror of the night, or the arrow that flies by day, or the pestilence that stalks at darkness, or the destruction that wastes at noonday. 1,000 may fall at your side,
10,000 at your right hand, but it will not come near you. You will only look with your eyes and see the punishment of the wicked. Because you have made your Lord your refuge, the Most High your dwelling place, no evil shall befall you. No scourge come near your tent, for he will command his angels concerning you to guard in all your ways. On their hands they will bear you up, so will not dash your foot against a stone. You will tear down the lion and the adder, the young lion and the serpent you will trample underfoot. Those who love me I will deliver, I will protect those who know my name. When they call to me, I will answer them, I will be with them in trouble, and I will rescue them and honor them. With long life I will satisfy them and show them my salvation. Amen. ആട്ടമുണ്ട് പാട്ടുമുണ്ട് കളികളുണ്ട് ചിരികളുണ്ട് ആടിപ്പാടി ഉല്ലസിക്കാം യേശുവോട് ചേർന്നിരിക്കാം ആടിപ്പാടി ഉല്ലസിക്കാം യേശുവോട് ചേർന്നിരിക്കാം വിശ്വാസത്തിൻ തിരി കൊടുക്കാം പ്രത്യാശയാൽ നിറഞ്ഞൊഴുക വിശ്വാസത്തിൻ തിരി കൊടുക്കാം പ്രത്യാശയാൽ നിറഞ്ഞൊഴുക ആട്ടമുണ്ട് പാട്ടുമുണ്ട് കളികളുണ്ട് ചിരികളുണ്ട് ആടിപ്പാടി ഉല്ലസിക്കാം യേശുവോട് ചേർന്നിരിക്കാം ആടിപ്പാടി ഉല്ലസിക്കാം യേശുവോട് ചേർന്നിരിക്കാം. ഇന്ന് ഞാനൊരു കൊക്കിനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോവാം.
എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം. ഇന്നത്തെ എന്റെ പ്രസംഗം സ്നേഹം എന്നുള്ളതാകുന്നു. എന്താണ് സ്നേഹം? വിശുദ്ധ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ ചുറ്റുപാടും നാം കണ്ണോടിക്കുമ്പോൾ പലതരം സ്നേഹത്തിനെ കാണുവാൻ സാധിക്കുന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, ഒരു പശു തന്റെ കിടാവിനെ സ്നേഹിക്കുന്നു, ഒരു കോഴി തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു സ്വാർത്ഥത അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ സ്നേഹം നമുക്ക് ദർശിക്കുന്നത് കാൽവരി ക്രൂശിലാണ്. തന്നെ ചെമ്മട്ടി കൊണ്ട് അടിക്കുമ്പോഴും മോത്ത രോമങ്ങൾ പിരിച്ചെടുക്കുമ്പോഴും തുപ്പുമ്പോഴും കൈകാലുകളിൽ ആണി തറയ്ക്കുമ്പോഴും തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവർ അറിയാത്തതാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആർക്കെങ്കിലും ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുമോ? എന്നാൽ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിലൂടെ നമ്മെ അത് വ്യക്തമാക്കി തന്നു. മനുഷ്യ സ്നേഹം സാധാരണ വാക്കുകളിൽ ഒതുങ്ങുന്നു, എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹം വാക്കുകൾക്ക് അധീനമാണ്. വിശുദ്ധ യോഹന്നാൻ 19:26-27 ക്രൂശിൽ കടന്നുകൊണ്ട് പ്രാണവേദനയ്ക്കായി പെടയുമ്പോഴും തന്റെ അമ്മയെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കരുതലുള്ള സ്നേഹം മറ്റെവിടെയാണ് കാണുവാൻ സാധിക്കുന്നത്? ആ സ്നേഹം രുചിച്ചുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആരമാർന്ന മകത്യാഗത്തെ പകരമേന്തു നൽകും ഞാനിനെ ഹൃദയപൂർണമായി നൽകുന്നു നാഥനെ. അതേ പ്രിയരെ, ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം, പാപികളെ സ്നേഹിക്കുന്ന സ്നേഹം, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇത്രയും നല്ല സ്നേഹം ജീവിതത്തിൽ അവസാനം വരെ നിലനിർത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പകരുവാനും എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിനാമം മാത്രം മഹത്വപ്പെടുമാറാട്ടെ. ആമേൻ.